ഗുഡ് മോർണിംഗ് എവരി വൺ. ഹാപ്പി തേഴ്സ്ഡേ. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആക്കാട്ടെ തങ്കച്ചനാണ്. തങ്കച്ചൻ സാർ നമുക്ക് എൻ്റെ വളരെ ഫ്രണ്ടാണ്. ഞങ്ങൾ നൈബേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന തോട്ടക്കാട്ടിലാണ്. വളരെയധികം സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു. അത് വായിച്ചു നോക്കി. വളരെ എക്സൈറ്റിംഗ് ആണ്. അദ്ദേഹത്തിന് ഇവിടെ കിട്ടിയതിൽ സേവാഭാരതി ആലുവയുടെ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ ക്ഷണിച്ചു. ചേട്ടാ, ഇതിനെപ്പറ്റി ചേട്ടാ അഭിപ്രായം എന്താ? വലിയൊരു മേഖലയാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ലെവലിലും അത് വലിയൊരു ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ തെരുവിലും കുറച്ച് നാൾ ഭക്ഷണം കൊടുക്കാനിടയുണ്ടായി. അപ്പോൾ സെൻറ്റ് സേവേഴ്സിൽ നിന്നൊക്കെ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചിട്ട് ഒരു ദിവസം ഒരു പൊതിച്ചോറ് വീതം ഒരു കുട്ടിയോട് കൊണ്ടുവരാൻ പറയും. അങ്ങനെ വന്നിട്ട് ഞാനാണ് അവിടെ ചെന്ന പിള്ളേരെ കൊണ്ട് തെരുവിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ അത് ആരും ഒരു പൊതിച്ചോറ് വേറൊരാൾക്ക് വിശക്കുന്ന ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു റേഞ്ചുള്ളൊരു മേഖലയാണ്. ദൈവത്തിൻ്റെ മുമ്പിലും സമൂഹത്തിലും വളരെയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് ചെയ്യുന്ന ആരാണെങ്കിൽ ഇപ്പോൾ സേവാഭാരതി ഇത് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ പേഴ്സണലായിട്ട് അവരുടെ കുടുംബത്തിനും അവരുടെ ആ വ്യക്തിക്കും വളരെയധികം അനുഗ്രഹം കിട്ടുന്ന ഒരു രീതിയാണ്. പിൻതലമുറയ്ക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അതേപോലെ പ്രയറിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഇത് കഴിക്കുന്ന രോഗികളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവർക്കും ഇതിലൂടെ കുറച്ച് ആശ്വാസവും ഈ ഭക്ഷണത്തിലൂടെ ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. രണ്ടുപേര്